മലബാർ ആക്രമിക്കാനുള്ള ഹൈദരലിയുടെ ദീർഘകാലത്തെ പദ്ധതി 1766 തുടക്കത്തിൽ തന്നെ പൂർത്തിയായി. വളരെ ജാഗ്രതയോടെ അദ്ദേഹം നയതന്ത്രപരമായ ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ മലബാർ കീഴടക്കാൻ ഹൈദരാലി നടത്തിയ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാം. തൻ്റെ പദ്ധതികളോടുള്ള കമ്പനിയുടെ മനോഭാവം അറിയാൻ വേണ്ടി 1764 സമർത്ഥനും ബുദ്ധിമാനുമായ അനന്തരായർ എന്നൊരു പ്രതിനിധിയെ അദ്ദേഹം തലശ്ശേരിയിലുള്ള ബ്രിട്ടീഷ് പണ്ടകശാല നായകൻ്റെ അടുത്തേക്ക് അയച്ചു. ബ്രിട്ടീഷുകാരുമായി സൗഹൃദത്തിൽ കഴിയണം എന്നായിരുന്നു ഹൈദരാലിയുടെ താൽപ്പര്യം. മലബാറിലെ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ച് സൂക്ഷ്മമായ അന്വേഷണം നടത്തുന്നതിനും വിവിധ രാജാക്കന്മാർ തമ്മിലുള്ള ബന്ധം അറിയുന്നതിനും അനന്തരായരെ ഹൈദർ ചുമതലപ്പെടുത്തിയിരുന്നു. മലബാർ കാര്യങ്ങളിൽ ഹൈദർ ഇടപെട്ടാൽ എന്തായിരിക്കും കമ്പനിയുടെ മനോഭാവമെന്ന് അനന്തരായർ പണ്ടകശാല കാര്യസ്ഥനോട് അന്വേഷിച്ചു. അദ്ദേഹം അതിൽ അമ്പരപ്പ് ഭാവിക്കുകയും നാമമാത്രമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. യാതൊരു ധൃതിയും കാണിക്കാതെ അനന്തരായർ 1 മാസം കാത്തിരുന്നതിന് ശേഷം കമ്പനിക്കാരോട് ഹൈദരലിയുടെ ഉദ്ദേശം അറിയിക്കുകയും അതിൽ അവരുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. മലബാറിലെ രാജാക്കന്മാരുമായി, പ്രത്യേകിച്ച് ചിറക്കൽ തമ്പുരാനുമായുള്ള ബ്രിട്ടീഷുകാരുടെ ബന്ധം വളരെ സൗഹാർദ്ദപരമായിരുന്നു. അതിനാൽ രാജാക്കന്മാരുമായുള്ള സൗഹാർദ്ദത്തിൻ്റെയും സ്വന്തം വ്യാപാരത്തിന് സംഭവിക്കാവുന്ന ഗുരുതരമായ നാശത്തിൻ്റെയും മധ്യേ കമ്പനിക്കാർ വിഷമിച്ചു. ഒടുവിൽ രാഷ്ട്രീയ സൗഹാർദ്ദം വാണിജ്യ താൽപ്പര്യത്തിന് കീഴടങ്ങി. മലബാർ പ്രദേശത്ത് കമ്പനിയുടെ വാണിജ്യ അവകാശങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ലെന്ന് ഹൈദർ ഉറപ്പു നൽകിയാൽ നിഷ്പക്ഷത പാലിക്കാമെന്നവർ സമ്മതിച്ചു. കമ്പനിയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മലബാറിലെ രാഷ്ട്രീയത്തിലേക്ക് അനന്തരായർ ശ്രദ്ധിക്കാൻ തുടങ്ങി. തനിക്ക് വേണ്ടി ഹൈദർ മലബാർ കീഴടക്കണം എന്നാണല്ലോ കണ്ണൂരിലെ ആലി രാജാവിൻ്റെ ആഗ്രഹം. ചിറക്കൽ രാജകുടുംബത്തിൽ പതിവ് പോലെ വഴക്കുണ്ടാവുകയും അതിൽ അനന്തരായർ ബുദ്ധിപൂർവം ഇടപെടുകയും ചെയ്തു. ചിറക്കലെ റീജന്റിനെ ആ കുടുംബത്തിലെ ഒരു ഇളമുറക്കാരനായ കാപ്പു തമ്പാൻ പരസ്യമായി എതിർക്കുകയും റീജന്റിനെതിരായി അയാളും അനുയായികളും പടക്കളത്തിൽ ഇറങ്ങുകയും ചെയ്തു. അനന്തരായരുടെ പ്രേരണയുടെ ഫലമായി ആലി രാജാവ് തമ്പാനെ പിന്താങ്ങുകയും ചിറക്കൽ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. റീജന്റ് തലശ്ശേരിയിലെ കമ്പനിക്കാരോട് മധ്യസ്ഥത വഹിക്കാൻ അഭ്യർത്ഥിച്ചെങ്കിലും ഹൈദറിൻ്റെ പിന്തുണയുണ്ടായിരുന്ന ആലി രാജാവ് മധ്യസ്ഥതയ്ക്ക് ഒരുക്കമല്ലായിരുന്നു. ആലിയെയും കാപ്പു തമ്പാനെയും ചിറക്കൽ സൈന്യം പരാജയപ്പെടുത്തി. ബെഡ്നോറിലെ നായിക് രാജാക്കന്മാർക്ക് ചിറക്കൽ തമ്പുരാൻ നൽകാനുണ്ടായിരുന്ന കുറെ പണവും സാമൂതിരി വാഗ്ദാനം ചെയ്തിരുന്ന 12 ലക്ഷം രൂപയും വാങ്ങുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന ഭാവത്തിൽ 1766 ആരംഭത്തിൽ ഹൈദരലി മംഗലാപുരത്ത് വന്നു. അവിടെ വെച്ച് ആലി രാജാവ് ഹൈദറിനെ കാണുകയും റീജന്റിനെതിരായി തമ്പാനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. 1766 ഫെബ്രുവരിയിൽ ഹൈദർ അതിർത്തി കടന്നു. 40,000 ഭടന്മാരോടു കൂടിയാണ് ഹൈദർ മലബാറിൽ പ്രവേശിച്ചതെന്ന് ഡച്ച് വിവരണങ്ങൾ പറയുന്നു. ഈ സൈന്യത്തിൽ 10,000 അശ്വഭടന്മാരും 4 വലിയ പീരങ്കികളും ഉണ്ടായിരുന്നു. 4 മാസത്തേക്കുള്ള ആഹാര സാധനങ്ങളും കരുതിക്കൊണ്ടാണ് ഹൈദർ പുറപ്പെട്ടത്. ഒരു ഇംഗ്ലീഷ് കപ്പിത്താനായ സ്റ്റെന്നറ്റിൻ്റെ നേതൃത്വത്തിൽ സുശക്തമായ ഒരു നാവികസേന കടൽ തീരത്തോട് ചേർന്ന് തെക്കോട്ട് നീങ്ങി. പീറ്റ്സോട്ടോയുടെ വിവരണപ്രകാരം ഈ സൈന്യത്തിൽ 93 കപ്പലുകളുണ്ടായിരുന്നു. അതിൽ കുറേ എണ്ണത്തിൽ യുദ്ധത്തിന് വേണ്ട പീരങ്കിയും മറ്റും സ്ഥാപിച്ചിരുന്നു. ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, സൈന്യത്തിൻ്റെ മുമ്പോട്ടുള്ള ഗതിക്ക് തടസ്സമായി നിന്ന് നദികൾ കടക്കാൻ സഹായിക്കുക, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ശത്രുവിൻ്റെ പിന്നിൽ പട്ടാളത്തെ ഇറക്കുക എന്നിവയ്ക്കായിരുന്നു ഈ നാവികസേന. ആദ്യത്തെ യുദ്ധം ബാലിയ പട്ടണത്ത് വെച്ച് നടന്നു. അവിടെ 500 നായന്മാർ ഹൈദറിനെ കഠിനമായി എതിർത്തെങ്കിലും അവരെ പീരങ്കി ഉപയോഗിച്ച് ഹൈദർ തുരത്തി. ഈ ഏറ്റുമുട്ടലിന് ശേഷം കാര്യമായ യുദ്ധമൊന്നും കൂടാതെ ചിറക്കൽ കീഴടങ്ങി. രാജകുടുംബം തലശ്ശേരിയിലെ കമ്പനി സങ്കേതത്തിൽ അഭയം തേടി. ചിറക്കൽ താവളമടിച്ചിരുന്ന ഹൈദർ കമ്പനിയുടെ പ്രവൃത്തി സൗഹാർദ്ദപരമല്ലെന്ന് കരുതി പ്രതിഷേധിച്ചു.
ഹൈദരലിയുടെ വിജയങ്ങൾ ഇംഗ്ലീഷ് കമ്പനിക്കാരെ പരിഭ്രാന്തരാക്കി. അനുരഞ്ജകമായ ഒരു നയം സ്വീകരിക്കണമെന്ന് ബോംബെയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിവില്ലായിരുന്നു. എങ്കിലും കമ്പനിയുടെ താൽപ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് രാംജി പ്രഭു എന്ന ഒരു കൊങ്ങണി ബ്രാഹ്മണനെ പ്രതിനിധിയായി അവർ ഹൈദരുടെ കൂടെ അയച്ചു. കോട്ടയം പിടിച്ചടക്കിയതിന് ശേഷം ഹൈദർ നീങ്ങിയത് കടത്തനാട്ടേക്കാണ്. ചിറയ്ക്കലെയും കോട്ടയത്തെയും പോലെ വലിയ എതിർപ്പുണ്ടാകില്ലെന്നാണ് ഹൈദർ കരുതിയത്. പക്ഷേ ശക്തമായ ചെറുത്തുനിൽപ്പിന് കടത്തനാട്ട് നായന്മാർ തയ്യാറായിരുന്നു. കോട്ടയത്ത് നിന്ന് കടത്തനാടിനെ വേർതിരിക്കുന്നത് മയ്യഴിപ്പുഴയാണ്. പുഴയുടെ കരയിൽ ഹൈദർ എത്തിയപ്പോൾ അത് കടക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് സുശക്തമായ ഒരു സൈന്യം മറുകരയിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു. ഈ സൈന്യത്തെ എതിർത്തുകൊണ്ട് നദി കടക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഹൈദർ ഒരു സൂത്രം പ്രയോഗിച്ചു. നാവികസേനയോട് നദിയിൽ പ്രവേശിക്കുന്നതിനും കപ്പലുകൾക്ക് വരാൻ കഴിയുന്ന ദൂരം വരെ കടന്ന് സ്ഥാനമുറപ്പിക്കുന്നതിനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലാൾപ്പടയെയും അദ്ദേഹം ഒരുക്കി നിർത്തി. ഈ സന്നാഹങ്ങൾ കണ്ടാൽ കപ്പലിൽ നിന്നുള്ള പീരങ്കി പ്രയോഗത്തെ തുടർന്ന് നദി കടക്കാനാണ് ഹൈദറിൻ്റെ പദ്ധതിയെന്ന് തോന്നുമായിരുന്നു. ഈ ധാരണ ഉണ്ടാകണം എന്ന് തന്നെയായിരുന്നു അദ്ദേഹവും ആഗ്രഹിച്ചത്. കടത്തനാട് സേനയുടെ ശ്രദ്ധ മുഴുവനും കപ്പലുകൾ കിടന്ന ഭാഗത്ത് കേന്ദ്രീകരിച്ചപ്പോൾ യാതൊരു സംശയത്തിനും ഇടവരുത്താതെ ഹൈദർ തന്നെ കുതിരപ്പട്ടാളത്തെ നദിയുടെ കുറെ മുകളിലേക്ക് കൊണ്ടുപോവുകയും വേലിയിറക്ക സമയത്ത് കുതിരകളെ പായിച്ച് മറുവശം കടക്കുകയും ചെയ്തു. കപ്പൽ സൈന്യം നദിക്ക് കുറുകെ കീഴെ സ്ഥാനമുറപ്പിച്ചിരുന്നതുകൊണ്ട് ഒഴുക്കും വളരെ കുറഞ്ഞിരുന്നു. അങ്ങനെ നിഷ്പ്രയാസം മറുകര കടന്ന ഹൈദരലി കടത്തനാട്ട് സേനയെ ഒരു വശത്ത് നിന്ന് ആക്രമിച്ചു. സൈന്യം പല വഴിക്ക് പലായനം ചെയ്തു. അവരെ പിന്തുടർന്ന് നശിപ്പിക്കാൻ കുതിരപ്പട്ടാളത്തിന് ഹൈദർ ഉത്തരവ് നൽകി.